ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. രാവിലെ നല്ല ഐശ്വര്യമായിട്ട് കാണാൻ പറ്റിയൊരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. രാമായണം. ഞാൻ പറഞ്ഞേ, വേറെ പേരൊന്നുമല്ല, പ്രോപ്പർ രാമായണം പടം. നിതീഷ് തിവാരിയാണ് ഡയറക്ടർ. നിതീഷ് തിവാരി ദങ്കലിൻ്റെയൊക്കെ ഡയറക്ടറാണ്. ദങ്കൽ, ചിച്ചോരെ, പുള്ളിയുടെ കുറേ കിടയിൽ നല്ല പടങ്ങളുണ്ട്. അപ്പം പുള്ളിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വലിയ ബഡ്ജറ്റാണ്, ഏകദേശം 1000 കോടി രൂപയെന്നൊക്കെയാണ് കേട്ടത്. അഭിനയിക്കുന്നവർ രൺബീർ കപൂർ, നമ്മുടെ സായ് പല്ലവിയാണ് സീത, രാവണനായിട്ട് നമ്മുടെ റോക്കി ബായ് ഈ പടം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ പോകണമെന്നാണ് ഞാൻ കേട്ടത്. ശരി, ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത് ദിസ് ഈസ് മ്യൂസിക് ബൈ ഹാൻസ് സിമ്മർ ആൻഡ് എ ആർ റഹ്മാൻ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ടീമുകൾ ഒന്നിക്കുകയാണ്. എന്താണെങ്കിലും നമുക്ക് കാണാം. ഹിന്ദി ട്രെയിലറാണ്. എന്തിനായാലും കോപ്പി റൈറ്റ് അടിക്കും. ഞാൻ നോക്കിയിട്ട് കാര്യം, കോപ്പി റൈറ്റ് അടിക്കണ കുഴപ്പമില്ല, ഈ വീഡിയോ എന്നെ ബ്ലോക്ക് ചെയ്തോളെ, അതാണ് പ്രശ്നം. ഒന്ന് ടി സീരീസാണ്, ഒരു കാര്യമില്ല. എന്തായാലും നോക്കാം. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. നല്ല അത് കണ്ടായിരുന്ന വളരെ ഈ അമേരിക്കയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ട് ഈ VFX ചെയ്യുന്ന. അവരാണിത് VFX ചെയ്തിരിക്കുന്നത്. രാവണല്ലേ അത്? അതെ, അയ്യവാ, റോക്കി ബായ് തന്നെയാണ് സൗണ്ട് കൊടുത്തേക്കുന്നത്. അമ്മോ ഇത് കണ്ട, പുള്ളിയുടെ ജഡ കണ്ട. പുള്ളി ഭയങ്കര ശിവഭക്തനാണ്. രാവണൻ ഭയങ്കര വലിയ ശിവഭക്തനാണ്. ശിവനാണ് പുള്ളിക്ക് വരം കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് എനിക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നല്ല വിഷ്വൽസ് കേട്ടോ. അമ്മോ, ഉള്ള ഒരു സാധനം പറക്കണ ആന. ഐരാവതമല്ലേ? ഞാൻ പണ്ടെന്തോ വായിച്ചിട്ടുള്ള. ആദ്യം തന്നെ രാവണന്റെ ഇൻട്രൊഡക്ഷന് വിഷ്ണു നല്ല രസമുണ്ട് കേട്ടാ. എൻ്റെ രാഠൂർ അണ്ണ ഇങ്ങനെ വേണം കേട്ടാ. ഒരു രാമായണമൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഫീൽ ചെയ്യണം നമ്മൾ രാമായണമാണ് കാണുന്നതെന്ന്. ഇങ്ങനെ വേണം എടുക്കേണ്ടത്. രാമൻ അതൊരു രാമൻ ലുക്കൊക്കെ ഉണ്ട്. രൺബീർ കപൂർ നല്ല പടമായിരിക്കും കേട്ടോ. നൈസ്. 101% ഹിറ്റാണ് ഈ പടം. ഞാൻ പകുതിയായിട്ടുള്ളൂ. 4 മിനിറ്റ് ട്രെയിലറാ. 101% ഹിറ്റാണ്. ലാറ ദത്തയാണ് അമ്മ. വനവാസത്തിന് പോകുന്ന രാമൻ. സീത उस वचन का क्या जो आपने मुझे विवाह के समय दिया था. अब हमारा भाग्य एक है और भाग्य में जो भी लिखा है मुझे स्वीकार है. നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ ഫീൽ ചെയ്യുന്നത്. ശൂർപ്പണക പുള്ളിക്കാരിയുടെ മൂക്കാണ് പറ്റി കളഞ്ഞിട്ട് മറ്റേ കലിപ്പായിട്ട് അതാണ്. Why showing everything in a trailer? Why 4 മിനിറ്റിൻ്റെ ട്രെയിലർ? ടു മച്ച് അല്ലേ?
से प्रतिशोध लिया जाएगा सुपर्णखा। ഇത് മറ്റേ സാധനം राम की मृत्यु ഐ വാട്ട് ഇസ് ഇറ്റ് മറ്റേ ഐ പേര് ഞാൻ മറന്നുപോയി साधारण ഫ്ലൈങ് മെഷീൻ സീതയെ പൊക്കി उसका अपमान। रावण तीनों लोगों का स्वामी है, तो तीनों लोगों के सामने उसका वध करूंगा। मैं अपनी सीता को वापस लूंगा। ഹനുമാൻ ഇല്ലേ ഹനുമാനെ കാണിക്കൂ തൂപ്പാത്താണ് റൈസ് കേട്ടാ ജഡായു അതൊക്കെയാണ് ജഡായു സൂപ്പർ ഹനുമാൻ വിവേക് ഒബ്രോയെ കൊണ്ട് ശോഭന ഹനുമാൻ ഓ കുംഭകർണൻ ഒരു പ്രോപ്പർ യുദ്ധം ഫീൽ ചെയ്യണമുണ്ട്. ഹനുമാനെ എന്തിനു സസ്പെൻസ് ആക്കിയത് നിങ്ങൾ 4 മിനിറ്റിൻ്റെ ഒരു ട്രെയിലറിൽ? അത് ഹനുമാൻ സസ്പെൻസ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഹനുമാനാണ്. അത് ഹനുമാനെ കാണിക്കാത്ത ഇത് കൊള്ളാം. ഇത് നമ്മുടെ മറ്റേ ഈ രാമായണത്തിൻ്റെ ഒരു അനിമയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ട് നമ്മൾ കൊച്ചിയിലെ കണ്ടിട്ടുള്ള സാധനമാണ്. അതും പിന്നെ പഴയ രാമായണം സീരിയലൊക്കെ അതിൻ്റെയൊക്കെ ഒരു കൊളാബറേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹിറ്റ്. ഇത് എല്ലാ ഇന്ത്യക്കാരും കാണും. എവ്രി ഇന്ത്യൻ വിൽ വാച്ച് ദിസ് മൂവി. 100% ഞാനൊക്കെ ഫസ്റ്റ് ഡേ വരുന്നതാണ്. എനിക്ക് ഇത് കാണുമ്പോൾ നമുക്കത് കാണാൻ തോന്നുന്നു. ഞാൻ പഴയ നമ്മളുടെ ആ ഒരു രാമായണം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലേ, ട്രെയിലർ കിട്ടുന്നുണ്ട്. പക്ഷേ ആകെ എനിക്കൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഈ 4 മിനിറ്റിൽ ഒരിക്കൽ പോലും ഹനുമാനെ കാണിച്ചില്ല. അത് ശോകമായി പോയിട്ടോ. അത് കാണിക്കണമായിരുന്നു. അതില്ല, ഹനുമാനല്ലേ രാമായണത്തിൻ്റെ ഒരു കൊള്ളാം. നല്ല രസമുണ്ട്. നല്ല മ്യൂസിക്, നല്ല വിഷ്വൽസ്, നല്ല കാസ്റ്റിങ്, ഇതിൻ്റെ VFX പരിപാടി നല്ല രസമുണ്ട്. ഞാൻ പിന്നെ നമുക്കൊരിക്കലും ഒരു ഹോളിവുഡ് സിനിമയെന്ന് വെച്ച് ഇതിനെ ഒന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹോളിവുഡ് ഫിലിം എന്നൊക്കെ പറയുന്നത് അത്രയും ഹെവി ബഡ്ജറ്റും അത്രയും ഹെവി ക്രൂവും കാസ്റ്റും അങ്ങനെ ചെയ്യുന്ന സിനിമകളാണ്. അതുകൊണ്ട് അത് വെച്ചൊന്നും ആരും കമ്പയർ ചെയ്യില്ല. ബട്ട് ഫോർ മീ ഐ ഫീൽ ദിസ് ലുക്സ് വെരി പോളിഷ്ഡ്, വെരി രാമായണം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ആ കഥ നമുക്ക് കാണാം. ഐ ആം ഹാപ്പി ഫോർ ദാറ്റ്. എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സിനിമ എടുക്കണേ. മറ്റെന്തിനായിരുന്നത് ഞാൻ ഓർക്കാൻ പോലും എനിക്ക് ആഗ്രഹമില്ല. എന്തായാലും നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ താഴെ പറയുക. നമുക്ക് ബ്ലോക്ക് കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ കാണും എന്ന് പറഞ്ഞ് ഞാൻ പോണ കേട്ടോ.